എല്ലാവർക്കും നമസ്കാരം. ഒരു മാനസിക രോഗ വിദഗ്ധ എന്നുള്ള നിലയിൽ എല്ലാ ദിവസവും ഓരോ ജീവിത പ്രശ്നങ്ങളെയും മാനസിക പിരിമുറുക്കങ്ങളെയും ഞാൻ എല്ലാ ദിവസവും കാണുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കാനല്ല ഇവിടെ നിൽക്കുന്നത്. പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും ഭാവിയെപ്പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ മാനസിക അവസ്ഥയെപ്പറ്റി ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. എൻ്റെ അറിവിൻ്റെ പരമാവധി ഞാൻ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കും. പലപ്പോഴും ഈ കുട്ടികൾ ഈ ലഹരിയിലെത്തുന്നത് ഒരു കൗതുകത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ വെച്ച് നീട്ടുന്നതിൻ്റെ പേരിലോ ഒക്കെ ആയിരിക്കും. പക്ഷേ അത് ഒരു തവണ ഉപയോഗിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഫുൾ ഇരുട്ടിലാക്കുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾ പലപ്പോഴും അറിയുന്നില്ല. പലപ്പോഴും നമ്മുടെ പരീക്ഷയുടെ പേടിയുണ്ടോ അല്ലെങ്കിൽ ജീവിത പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴോ താൽക്കാലികമായിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് പലരും ഇതിലേക്ക് പോകുന്നത്. പക്ഷേ നിങ്ങളെല്ലാവരും അറിയണം, അതൊരു വലിയ കെണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്? ഓക്കെ, നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ മനസ്സിലൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും അല്ലേ? കുറേ പേര് സംസാരിക്കുന്നുണ്ട് ലഹരിനെ പറ്റിയിട്ടൊക്കെ. അപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാവും, ഞങ്ങളാരും ഉപയോഗിക്കുന്നില്ലല്ലോ, നിങ്ങളാരും ഉപയോഗിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇവരൊക്കെ ഇവിടെ വന്ന് സംസാരിക്കുന്നത് അല്ലേ? ഇവിടെ എന്തിനാ ഞങ്ങളോട് ഇതൊക്കെ പറയണേ? ഞങ്ങളാരും ഉപയോഗിക്കുന്നില്ല, ഞങ്ങൾ അറിയുന്നവരാരും. പക്ഷേ ഞാനൊരു ഡോക്ടറാണ്. ഇപ്പോൾ സാറ് എക്സൈസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു, ഇപ്പോൾ റീസെൻ്റ്ലി അടുത്ത കാലത്ത് കുറേ കുട്ടികൾ ഇതിൽ ഇടപെട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പല ലഹരി വിൽക്കുന്ന ആൾക്കാരൊക്കെയും ഈ കുട്ടികളെ ഇതിനായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കാരിയറായിട്ട് അല്ലെങ്കിൽ അവരുടെ ശൃംഖല വലുതാക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളാണ് കൂടുതൽ വൾണറബിൾ, അവർക്കാണ് കുറച്ചും കൂടി ഇതുണ്ടാവുക. സംശയിക്കില്ല, പോലീസുകാർക്കും ഇടപെടുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അവരെ ഈ കെണിയിൽ പെടുത്തുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ, സർക്കാരിനോ അല്ലെങ്കിൽ പോലീസുകാരോ മാത്രം വിചാരിച്ചാൽ നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ ഇതുള്ളത്. ഞങ്ങളത് തിരിച്ചറിയും. ഒരു ജനകീയ കൂട്ടായ്മ, അതാണ് കേരള സർക്കാർ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ഓപ്പറേഷൻ തൂഫാനും തണ്ടറും ഒക്കെ വരുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ലഹരി വിതരണ ശൃംഖലേനെ തടസ്സപ്പെടുത്താൻ പോലീസുകാർക്ക് ചിലപ്പോൾ കഴിഞ്ഞേക്കും. പക്ഷേ ഒരു ലഹരി മുക്ത ഒരു നാടിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള ഒരു കൂട്ടായ്മയാണ് വേണ്ടത്. ഇപ്പോൾ ജാഗ്രതയുള്ളൊരു സമൂഹത്തിന് മാത്രമേ ഒരു ലഹരി മുക്തിയുള്ള നാട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും എല്ലാ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരും, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, ജഡ്ജ് സാർ, എല്ലാവരും ഒത്തൊരുമിച്ച് ഇങ്ങനെ ഇവിടെ ഒരു സ്ഥാപനത്തിൽ വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സാറ് പറഞ്ഞ പോലെ മടിക്കണ്ട, നിങ്ങൾ തുറന്ന് സംസാരിക്കണം. നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കാം. മാം, അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു കുട്ടിക്ക് ലഹരി തെറ്റാണ്, കഴിക്കാൻ പാടില്ല എന്ന് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നാലും ഇപ്പോൾ കൂട്ടും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ആയിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം എന്ന് വിചാരിച്ചൊരു ചിന്തയിൽ വരികയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് ലഹരി ഒരിക്കൽ കഴിക്കാനേ പാടില്ല, കഴിച്ച് നോക്കാനേ പാടില്ലെന്ന് അറിയാം. പക്ഷെ ചുമ്മാ ഒന്ന് കഴിക്കുകയാണ്. ആക്ച്വലി അങ്ങനെ ഒരിക്കൽ കഴിക്കുന്നതിന് എന്ത് ഇമ്പാക്റ്റാണ് നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ബോഡിയിലും ബാക്കി സമൂഹത്തിലും? എങ്ങനെയാണ് ആ ഒരു ഒറ്റയ്ക്ക് പ്രാവശ്യം ലഹരി കഴിക്കുന്നത് എങ്ങനെയാണത് ഇമ്പാക്റ്റ് ആവുന്നത്? എങ്ങനെയാണ്? പേരെന്താ? നീയാനി. ഒറ്റ തവണ ഉള്ള ലഹരി ഉപയോഗം കൊണ്ട് എന്താ പ്രശ്നം എന്നാണ് നീയ ചോദിച്ചിട്ടത്. പ്രശ്നമുണ്ടോ? കാരണം എന്താ? ഒറ്റ തവണ നല്ലതല്ലേ, എല്ലാവരും പറയുന്നത് കേട്ടിട്ടില്ലേ? ഭയങ്കര ഇതാണ്, ഒറ്റ തവണ ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം, അടിമപ്പെടുവോ? ഇതൊക്കെ എല്ലാവരും ചോദിക്കുന്നതാ. ഇതിൽ എന്താണ് ഇപ്പോൾ ആക്ച്വലി നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത്? നമ്മളൊരു നല്ലൊരു ഭക്ഷണം കഴിച്ചു, നല്ലൊരു ഐസ്ക്രീം കഴിച്ചു, എന്താ നമുക്ക് സന്തോഷം കിട്ടില്ലേ? എവിടുന്നാണ് ഈ സന്തോഷം കിട്ടുന്നത്? നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ, നമ്മൾ എന്തൊക്കെ അനുഭവിക്കുന്നോ ഒക്കെ നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗം ഫുൾ നമ്മുടെ ബ്രെയിനാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. നമുക്ക് ദേഷ്യം വരുന്നുണ്ടോ, നമുക്ക് സങ്കടം വരുന്നുണ്ടോ, നമുക്ക് വിശക്കുന്നുണ്ടോ, നമുക്ക് പ്രാർത്ഥിക്കണോ, നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടോ, ഒക്കെ നമ്മുടെ ബ്രെയിനാണ്. ഈ ബ്രെയിനിൽ നിന്ന് ഒരു പ്ലഷർ പ്രിൻസിപ്പിൾ, ഒരു ഡോപ്പമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം റിലീസാവും. അതാണ് നമ്മുടെ സന്തോഷം തരുന്നത്. ഇപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് ഇതിന് ഒരുപാട് കൂടുതൽ ഡോപ്പമിൻ വരും, ഒരുപാട് കൂടുതൽ സന്തോഷം കിട്ടും.
അത് ഈ ഡോപ്പമിൻ തന്നെയാണ് പല മാനസിക പ്രശ്നങ്ങളുടെയും കാരണം. ഈ ഡോപ്പമിനിലുള്ള വ്യതിയാനങ്ങൾ. ഇതിൽ നമുക്കറിയില്ലല്ലോ ആർക്കൊക്കെ മാനസിക രോഗ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, നമ്മൾ വൾണറബിൾ ആണോ, നമുക്ക് ആർക്കും അറിയില്ല. നമുക്ക് കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖമുണ്ട്, അവർക്കൊക്കെ നമുക്കൊരു സാധ്യതയുണ്ട്. ഈ ഡോപ്പമിൻ ഈ സർജ് അങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പല മാനസിക പ്രശ്നങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് പുറത്ത് വരാൻ സാധ്യതയുണ്ട്. അത് ഡയറക്റ്റ്ലി ലഹരി കൊണ്ട് ഉണ്ടാവുന്നതല്ല, പക്ഷേ നമ്മുടെ വൾണറബിലിറ്റി പുറത്ത് വരുന്നതാണ്. ഈ ഒറ്റ തവണ ഉപയോഗം കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ തിരിച്ചറിയും, ഈ സാധനം ഉപയോഗിച്ചാൽ ഇത്രയും ഡോപ്പമിൻ സന്തോഷം കിട്ടുന്നുണ്ട്. അത് ഒരിക്കലും നമ്മുടെ സാധാരണ സന്തോഷം കൊണ്ട് മാച്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സാധാരണ നമ്മളൊരു ഫ്രണ്ടിനെ കണ്ടു, നമ്മൾ സാർ ഇപ്പോൾ പറഞ്ഞു, ഒരു കടലാസ് കാണിച്ചു തന്നില്ലേ, സാറ് അത് അനുഭവിച്ച് പറയുന്നത് എത്രയാണോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു തലമുറയുടെ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത്രയും സന്തോഷം കിട്ടാത്തപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് വീണ്ടും വീണ്ടും ഈ സാധനങ്ങളിലേക്ക് പോയി തുടങ്ങും, ഈ ലഹരി പോലെയുള്ള സാധനങ്ങളിലേക്ക്. കാരണം ഇത്രയും ഡോപ്പമിൻ വേണം നമുക്ക്. പിന്നെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമുക്ക് തീരെ സന്തോഷം തരാതെയാവും. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ, നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ ഒരു സന്തോഷം കിട്ടില്ല, മൊത്തത്തിലൊരു പ്ലാനോ. പിന്നെ നമുക്ക് ഇതിൻ്റെ പിന്നാലെ പോകാൻ. അപ്പോൾ നമുക്ക് അറിയില്ല, നമുക്ക് വൾണറബിൾ ആയിട്ടുള്ള വ്യക്തിക്ക് ഒരു തവണ യൂസ് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും വരാം. ലഹരി സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് തലച്ചോറിലെ വ്യതിയാനങ്ങളും പല ഇൻഫാക്ട് ഒരാളുടെ ജീവിതം തന്നെ ഇരുട്ടിലാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത് കഴിയുന്നതും ഇതൊരു കെണിയാണെന്ന് അറിഞ്ഞിട്ട് ഒറ്റത്തവണ ഉപയോഗം തന്നെ നിർത്തുന്നതല്ലേ നല്ലത്, അല്ലേ? ഈ ലഹരി മാഫിയകളെല്ലാവരും അവരുടെ ഉൽപ്പന്നങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന 2 മാർഗങ്ങളാണ് സോഷ്യൽ മീഡിയയും ഓൺലൈൻ ഗെയിംസും. എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥികൾക്ക് ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനും അതേപോലെ തന്നെ ഇതൊരു കെണിയാണെന്ന് തിരിച്ചറിയാനും സാധിക്കുക? നിയ സുനിൽ. നിയ ചോദിച്ചിരിക്കുന്നത് പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഒക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുക, അത് കെണിയാണെന്ന് അറിയാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചോദിക്കുന്നത്, എല്ലാ സോഷ്യൽ മീഡിയ ഒക്കെ ഒരു കെണിയാണോ? നമുക്ക് വേണ്ടേ? ഈ സോഷ്യൽ മീഡിയ മാത്രമാണോ ഇതിൻ്റെ ഒരു കെണി? ഇൻഫാക്ട് നിങ്ങൾ ഇവിടെ വരുന്നു, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇവിടെ വരെ നടന്നു വരുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ഓട്ടോറിക്ഷയിൽ വരുന്നു, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ സംസാരിക്കുന്നു. ഇപ്പോൾ ഈ റീസെൻ്റ്ലി പറഞ്ഞ കേസിലൊക്കെ പല ആളുകൾക്കും ലഹരി കൊടുക്കുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് അവരുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഫ്രണ്ട്സിൽ ഒക്കെയാണെന്നാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് മാത്രമല്ല, സോഷ്യൽ മീഡിയയ്ക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരു പരിധിയിലധികമുള്ള ഉപയോഗം എല്ലാത്തിലും, അത് നമ്മുടെ ഗാഡ്ജറ്റ്സ് എന്തും ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ. ഇൻഫാക്ട് നമ്മളിപ്പോൾ അമൃതയിലൊക്കെ എത്രയോ കുട്ടികളെ ഇപ്പോൾ കോവിഡ് സമയത്തൊക്കെ നമുക്ക് പലപ്പോഴും സ്കൂളിൽ വരാൻ പറ്റിയിട്ടില്ല, അപ്പോൾ വീട്ടിലിരുന്ന് നമ്മൾ മൊബൈലൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, നമ്മൾ ഓൺലൈൻ സ്റ്റഡീസൊക്കെ ഉണ്ടായില്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പല കുട്ടികളെയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട്, പെരുമാറ്റ പ്രശ്നങ്ങൾ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലായിടത്തും, ഇൻഫാക്ട് സോഷ്യൽ മീഡിയ എന്നുള്ളത് മാത്രമല്ല എല്ലായിടത്തും ഇതിൻ്റെ കെണി ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു അറിവാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ നിങ്ങൾ തന്നെ കരുത്തരായിട്ട് വേണം ഇതിനെതിരെ പോരാടാൻ. അതിനാണ് ഈ പദ്ധതികളൊക്കെ സർക്കാരിൻ്റെ തലത്തു നിന്നായാലും അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നായാലും എല്ലാ സ്ഥലത്തു നിന്നുള്ള സപ്പോർട്ട് തരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ അറിവും നിങ്ങളുടെ ഇതിനും കൊണ്ട് മാത്രമേ ഇതിനെ നമുക്ക് ചെറുത്ത് നിർത്താൻ പറ്റൂ. അല്ലാതെ പൂർണ്ണമായി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ, ഇപ്പോൾ ഫോണേ യൂസ് ചെയ്യണ്ട, സോഷ്യൽ മീഡിയയെ യൂസ് ചെയ്യണ്ട എന്ന് പറയാൻ പറ്റില്ല. ബുദ്ധിപൂർവമായിട്ടുള്ള യൂസ്, ഒരു ലിമിറ്റിലധികം പോകരുത്. അപ്പോൾ അവിടുത്തെ ചോദ്യം എങ്ങനെ ഇപ്പോൾ ഈ ലിമിറ്റ് തിരിച്ചറിയാന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഞാൻ പറയാറെന്ന് വെച്ചാൽ ഗാഡ്ജറ്റ്സ് എല്ലാം നമ്മളെ നിയന്ത്രിക്കാൻ പാടില്ല, നമ്മൾ ഗാഡ്ജറ്റ്സിനെ നിയന്ത്രിക്കണം. നമുക്ക് എപ്പോഴെങ്കിലും തോന്നുക ഈ ഫോൺ ഇല്ലാതെ എനിക്ക് പറ്റില്ല, ഈ ലാപ്ടോപ്പ് ഇല്ലാതെ എനിക്ക് പറ്റില്ല, ഈ ഗെയിം ഇല്ലാതെ എനിക്ക് പറ്റില്ല, എനിക്ക് അതുകൊണ്ട് ദേഷ്യം വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി, നിങ്ങളെ സ്നേഹിക്കുന്ന ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ, അന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് തുടങ്ങുന്നുണ്ട്, ഈ ബൗണ്ടറി ക്രോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളായിരിക്കണം അതിനെ പൂട്ടി വെക്കണം. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളോടൊക്കെ അത് പറയാം, നിങ്ങൾ തന്നെ പോയി പൂട്ടി വെക്കണം. അങ്ങനെ അത് എന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അറിവും അതിൻ്റെ ഒരു ധൈര്യമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം തിരിച്ചറിഞ്ഞ് ചെറുക്കാൻ പറ്റും. പലപ്പോഴും പറ്റും, ചില കേസിൽ
നമ്മൾ അറിയാതെ പോലും ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ ക്യാരിയറായിട്ട് നമുക്കറിയില്ല ഓരോരോ പല സാധനങ്ങളായിട്ട് കഴിക്കാൻ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആദ്യം ഇതിൻ്റെ വലയിൽ പെട്ട് കഴിഞ്ഞിട്ട് ഇതിൽ അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഓക്കെ പൈസ വേണം, അപ്പോൾ പൈസയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ക്യാരിയറായിട്ട് ഈ സാധനം ഒരു പാക്കറ്റ് ഒന്ന് അവിടെ കൊണ്ട് കൊടുത്താൽ മതി. പറയാത്ത വ്യക്തികളുടെ അടുത്തു നിന്നുള്ള പാക്കറ്റ്സോ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളോ ഒന്നും ഇനിയുള്ള കാലത്ത് നമുക്ക് പറ്റില്ല. കാരണം അങ്ങനെ നിങ്ങളെ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു അറിവും ബോധവും ഉണ്ടെങ്കിൽ നിങ്ങളത് റെഫ്യൂസ് ചെയ്യുക. നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാൻ നിങ്ങൾ പഠിക്കണം. മാം, എൻ്റെ ചോദ്യം, ഇപ്പോൾ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വേർതിരിവാതെ ഇല്ലാതെയാണല്ലോ ഇപ്പോൾ കുട്ടികൾ ഈ ഡ്രഗ് എന്ന വലയിൽ വീഴുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി എന്ന നിലയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, പല നിരപരാധികളായ കുട്ടികളും ഇത് ഡ്രഗ് ആണെന്ന് പോലും തിരിച്ചറിയാതെയാണ് ഇത്തരം കെണികളിൽ പെടുന്നത്. എന്നിട്ടും അവരെ പോലും നമ്മുടെ സമൂഹം ഡ്രഗ് അഡിക്റ്റ് എന്നൊരു ഹെഡിങ് ആണല്ലോ കൊടുക്കുന്നത്. അപ്പം ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? ലഹരിക്ക് എന്താണ് ഈ ലഹരിയോടുള്ള അടിമത്തം എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. നമ്മുടെ തലച്ചോറിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുത്തുകയും പിന്നെ നമ്മുടെ ഒരു ഏകാന്തതയിലേക്ക് തള്ളിവിടുന്ന ഒരവസ്ഥയാണത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടല്ല, മാനസികമായിട്ടുള്ള ഒറ്റപ്പെടല എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് നീ ഒരുപാട് ദൂരം പോയി കഴിഞ്ഞു, ഇതിനൊരു തിരിച്ചു വരവില്ല, ആരും നിന്നെ മനസ്സിലാക്കില്ല, ഇതിന്ന് തിരിച്ചു വരവ് ഒരു അസാധ്യമാണ്. അങ്ങനെ ഉള്ള ഒരു ശബ്ദം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് കംപ്ലീറ്റ്ലി നുണയാണ്. ഇതിൽ ഏത് അവസ്ഥയിലാണെങ്കിലും നമുക്ക് ചികിത്സയുണ്ട്, അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് കൗൺസിലർ, അതാണ് സാർ ഇപ്പോൾ പറഞ്ഞത്, അതിനുള്ള അവൈലബിലിറ്റി, അതിന് കുറേ സപ്പോർട്ട് നിങ്ങൾക്ക് ഇന്നുണ്ട്. അപ്പോൾ ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മൾ ഇതിലേക്ക് വരുന്നു, ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഇതിൽ പെടാതിരിക്കാനുള്ള വഴി, അല്ലെങ്കിൽ സമൂഹത്തിന് എന്നുള്ള നിലയിൽ കുടുംബത്തിലുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ക്ഷമയും നമ്മുടെ സ്നേഹവും നമ്മുടെ പിന്തുണയും കൊണ്ടാണ് നമുക്ക് ഈ കുട്ടികളെ അല്ലെങ്കിൽ ഈ ഇതിൽ പെട്ടുപോയ ആൾക്കാരെ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ഒരു പൊതുസമൂഹം എന്നുള്ള നിലയിൽ നമ്മളെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് അവരെ ചേർത്ത് നിർത്തുകയാണ്. കാരണം പണ്ടൊക്കെ എല്ലാവരും ഇതിനെ ഒരു ഇച്ഛാശക്തിയുടെ കുറവായിട്ടോ സ്വഭാവദൂഷ്യമായിട്ടോ ആണ് കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, പല പല കാരണങ്ങൾ കൊണ്ട്, മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ജീവിത പ്രതിസന്ധി വരുന്നതുകൊണ്ട് ഒക്കെ ഇതിൽ പെട്ടുപോകുന്ന കുറേ പേരുണ്ട്. അവിടെ നമുക്ക് അവരെ ചേർത്ത് നിർത്തി അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. അവരുടെ മുന്നിൽ നമ്മൾ ഒരു വേർതിരിവിൻ്റെ മതിലുകളല്ല പണിയേണ്ടത്, അവർക്ക് പിന്തുണയുടെ പാലങ്ങളാണ്. അതിലെന്താ ചെയ്യാൻ നമുക്ക് പറ്റുക? ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാനെ പറ്റി പറഞ്ഞു, അവർ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അതിൻ്റെ വരവ് കുറയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി കുറയ്ക്കുക, നമ്മുടെ വിദ്യാലയങ്ങളല്ല ലോക്കൽ അവൈലബിലിറ്റി കുറയ്ക്കുക എന്നുള്ളത്. 2, അവർക്ക് കരുത്ത് പകരുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അവർ അതിൽ പെട്ടുപോയ ആൾക്കാരെ ചികിത്സിച്ച് തിരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. 3ാമത്തെ കാര്യം കരുത്ത് പകരുക എന്ന്. അതിനാണ് നിങ്ങളെ എല്ലാവരെയും ഇങ്ങനെ കാണുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ബോധവും അറിവും മനസ്സിലാക്കിയാൽ നിങ്ങൾ അതിൽ പെട്ടുപോയ ഒരാളെ വേർതിരിച്ച് നിർത്താതെ അവർക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള സഹായം, അത് നമ്മുടെ കൂട്ടുകാരായാലും നമ്മുടെ നെയ്ബേഴ്സ് ആയാലും അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന എവിടെയാണെങ്കിലും അത് തിരിച്ചറിഞ്ഞ് ആവശ്യമുള്ള സഹായം എത്തിക്കാനും അവരെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാനും ഉള്ള ഒരു അറിവാണ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മാം, എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ലഹരി മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കളും സുഹൃത്തുക്കളും എന്തൊക്കെയാണ് പ്രാഥമികമായ സൂചകങ്ങളായി ശ്രദ്ധിക്കേണ്ടത്? മാതാപിതാക്കളെ കുട്ടികളെ ലഹരി ഉപയോഗിച്ച് തുടങ്ങി എന്ന് അറിഞ്ഞാൽ ആദ്യമായി ചിന്തിക്കാൻ തുടങ്ങല്ല, ആ നിമിഷം തന്നെ ആക്ട് ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ. ചിന്തിക്കാൻ അവിടെ ഒരു സമയം നമുക്കില്ല. കാരണം ഈ കുട്ടി എത്രത്തോളം, അപ്പോൾ അതാണ് നമ്മൾ പലപ്പോഴും ടീച്ചേഴ്സിനോടും പറയാം. ഞങ്ങൾ പലപ്പോഴും കുട്ടികളെയും കൊണ്ട് അച്ഛനമ്മമാർ വരുമ്പോൾ ഇതൊരു കൊല്ലം മുന്നേ ഒരു ടീച്ചർ ഇത് കണ്ടു, അല്ലെങ്കിൽ സ്കൂളിലൊരു കൗൺസിലർ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം കണ്ടു, അപ്പോൾ അവർ കുട്ടിയെ താക്കീത് ചെയ്ത് വിട്ടു, ഇനി ഇങ്ങനെ ഉണ്ടായാൽ ഞങ്ങൾ ആക്ഷൻ എടുക്കും, ഞങ്ങൾ സസ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് പലതും അറിയാം. അപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ടീച്ചേഴ്സിനായാലും മാതാപിതാക്കളാണെങ്കിലും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് സമയം കൊടുക്കുക. ഇപ്പോൾ പലപ്പോഴും ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളൊരു കുടുംബത്തിൽ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയം കുറവാണ്, എല്ലാവരും ജോലി ചെയ്യുക, ആർക്കും സമയമില്ല. പണ്ടൊക്കെ കൂട്ടുകുടുംബം നമ്മൾ കുറച്ചും കൂടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ കുട്ടികളെന്ന് വെച്ചാൽ ഇൻക്ലൂഡിങ് ഞങ്ങളുടെയൊക്കെ നമുക്കെന്ന് വെച്ചാൽ സമയമില്ല. അപ്പം നമ്മൾ പല മാതാപിതാക്കളും എന്താ ചെയ്യുക, കാശ് കൊടുത്ത് കുട്ടികളുടെ സമാധാനം ഇതാക്കാൻ നിൽക്കും. എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് ഈ പ്രായത്തിൽ അറിയില്ല ഈ കാശ് കൊണ്ട് എന്താ ചെയ്യേണ്ടത്, എന്താ വാങ്ങിക്കേണ്ടത്, എന്താ ശരി തെറ്റെന്നൊന്നും. അവർക്കൊന്നിനും ഒരു വിലയില്ല.
അപ്പം എന്താ ഇങ്ങനത്തെ കെണികളിലൊക്കെ പോയി പെട്ട് പ്രശ്നങ്ങളാകുമ്പോൾ അപ്പോഴാണ് എല്ലാവരും ചിന്തിക്കുക ഇത് എന്താണ്. അപ്പം നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് കാര്യമായിട്ട് ലഹരി ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ പോലും നമുക്ക് നല്ലൊരു കുടുംബാന്തരീക്ഷം ഇതാക്കുക. റോൾ മോഡൽ ആവാൻ നമ്മുടെ പേരൻസിന് നമുക്ക് കഴിയണം. അതായത് ഒരു കുട്ടി ലഹരി ഉപയോഗിക്കുന്നതിന് ജനറ്റിക്കായിട്ടും കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അതിനേക്കാളും ഒരു വ്യക്തി, ഒരു മകൾ അല്ലെങ്കിൽ ഒരു മകൻ അവരുടെ അച്ഛനെയും അമ്മേനെയും കണ്ടിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്കൊരു മാതൃകയാവാനാണ് എല്ലാ മാതാപിതാക്കളും നോക്കേണ്ടത്. ഇങ്ങനെ എന്തെങ്കിലും കണ്ണിൽ പെട്ടാൽ, അതിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഒരു വൈദ്യസഹായം നേടുക എന്നുള്ളതാണ്. ഒരു കൗൺസിലറിനെയോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെയോ. അതിൽ സഹായം ചോദിക്കുന്നത് ഒരു ബലഹീനതയായിട്ട് ആരും കാണരുത്. അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ശക്തിയുടെ അടയാളമാണ്. അതിൽ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ധൈര്യമായിട്ടുള്ള കാര്യമാണ് സഹായം ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു കൂടുതൽ കോംപ്ലക്സ് ആയിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്യാതെ എത്രയും വേഗം സഹായം ചെയ്യുക, സഹായം എടുക്കുക എന്നുള്ളതാണ് അത് ചെയ്യാനുള്ളത്. യെസ്, നമുക്ക് അവസാന ചോദ്യത്തിലേക്ക് സമയക്കുറവുണ്ട്. ആരാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ? ഗംഭീരായിട്ട് ചോദിച്ചു. മാം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളെ ശിക്ഷിക്കുകയോ അതെയോ സഹായിക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? മാം, ആ കുഞ്ഞിന്റെ ചോദ്യം കൂടി ഒന്ന് ചോദിച്ചിട്ട് 2 ചോദ്യങ്ങൾക്ക് ഒരുമിച്ച് ഉത്തരം കൊടുക്കാമോ? മോളെ ഒന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാൻ ഏകദേശം ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ചോദിക്കുകയാണ്. ഇപ്പോൾ എക്സൈസ് ഓഫീസർ സാറ് പറഞ്ഞു ലഹരി എന്ന് പറഞ്ഞ ഉപയോഗം എന്ന് പറഞ്ഞ കേസിൽ വരുന്ന ഒരു വ്യക്തിയെ ഭയങ്കര ഇതായിട്ട് ശിക്ഷിക്കും ഈ ആക്ട് പ്രകാരം. പക്ഷേ ഇവർ ഈ ശിക്ഷയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയാലും ഒട്ടും ഷുവറില്ല ഇവർ യൂസ് ചെയ്യോ ഇല്ലയോ എന്ന്. പക്ഷേ ഗവൺമെൻറ് ഇവർക്ക് വേണ്ടതായ അവയർനെസ് പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ടോ? അവരെ ശിക്ഷിക്കുകയാണോ സഹായിക്കുകയാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അവരെ സഹായിക്കുക ചെയ്യുന്നത്. ശിക്ഷിക്കുന്നതിലൂടെ തന്നെയാണ് അവരെ സഹായിക്കുന്നത്. ഒരു പരിധി വരെ ചില കേസിൽ പല കാരണങ്ങൾ കൊണ്ട് ഒരാൾ ലഹരിയിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞല്ലോ. അതിൽ പല കേസിലും നമ്മളിപ്പോൾ അണ്ടർലൈങ് ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള മാനസിക പിരിമുറുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ആവാം. ഇതൊന്നും അല്ലാതെ ചിലപ്പോൾ സ്വഭാവ ദൂഷ്യങ്ങളിലൂടെ എത്തി ഒരു വ്യക്തി അവരുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, ഒരു കുട്ടി സ്കൂളിൽ ലഹരി ഉപയോഗിക്കുന്നു, ആ കുട്ടിയുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികളെ കൂടി അതിലേക്ക് കൊണ്ടുവരികയാണ്. പിന്നെ നമ്മുടെ ഒരു പൊതുവായിട്ടുള്ള സ്വഭാവം എന്താ? ഒരു ശിക്ഷ ഇല്ലെങ്കിൽ നമ്മൾ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ളൊരിതാ. ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നു, ശിക്ഷ ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളൊരു ഇതിൽ നമ്മൾ ഒരു പരിധിയിലധികം ഇതിനെ നിയന്ത്രിക്കാൻ ഉചിതമായിട്ടുള്ള ശിക്ഷാരീതിയും കൂടെ വേണം. ദാറ്റ് ഡസൻറ്റ് മീൻ സഹായിക്കേണ്ടെന്നല്ല. ശിക്ഷിക്കുന്നത് അവർ എല്ലാ കേസുകളും ഒരേ രീതിയിൽ ശിക്ഷ ഒരേതാണെന്നാണ് സാർ പറഞ്ഞത്. കാശ്മീരിലായാലും എറണാകുളത്തായാലും ശിക്ഷ ഒരേതാണ്. പക്ഷെ അവർ കിട്ടുന്ന എല്ലാ കേസിനെയും ഒരേ രീതിയിലല്ല കേസ് ഫയൽ ചെയ്യുന്നത്. അത് അവരുടെ ഉപയോഗവും അവരോട് സംസാരിച്ച് അവരുടെ സ്ഥിതി എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമാണ്. പിന്നെ ഇത് തിരിച്ചു പോയാലുള്ള അവയർനെസ്, അതാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും പറയുന്നത്. ഒരു വ്യക്തി ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ അത് എന്നിട്ട് തിരിച്ചു വരവില്ല എന്നില്ല. നമ്മൾ അവരെ സ്നേഹത്തോടെ നമ്മൾ അവരെ ചേർത്ത് പിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ ജീവിതത്തിലേക്ക് പഴയ പടി എത്തിക്കാനാണ് നോക്കേണ്ടത്. അതിനാണ് ലഹരി ഉപയോഗിക്കാത്തവരായ നിങ്ങളെപ്പോലും ഞങ്ങൾ ബോധവൽക്കരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സഹായം കൊണ്ട് നമ്മൾ പലപ്പോഴും ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ അച്ഛനമ്മയും പറയാം, ഡോക്ടറെ എങ്ങനെയാണ് ഞങ്ങളിത് വിളിക്കുക, അവർ കേസെടുക്കില്ലേ, അവരിതാക്കില്ലേ. അപ്പോൾ എല്ലാം വിളിച്ചാലും അവർ കേസെടുത്ത് ഇതാക്കുന്നതല്ല. അവർ അസസ് ചെയ്യും. സാർ ഇപ്പോൾ ഇത് ഫുൾ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റാത്തതുകൊണ്ട് അവർ അസസ് ചെയ്ത് ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കുക തന്നെ വേണം. അല്ലാതെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അവർ നിർത്തില്ലല്ലോ. അപ്പോൾ ബാക്കിയുള്ളവരെ രക്ഷിക്കുക എന്നുള്ള കടമയും കൂടി അവർക്കില്ലേ. അതുകൊണ്ട് തന്നെ അത് ശിക്ഷാ നടപടികളാണ്. അത് ഒരു ഡിറ്ററൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നറിയുന്നത് തന്നെ കുറേ പേരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കും. അത് ആവശ്യമാണ്. സഹായം ഡെഫിനറ്റ്ലി ആവശ്യമാണ്. അവർ ശിക്ഷിക്കപ്പെടുന്ന ആൾക്കാരെ പോലും കൗൺസിലിങ്ങും സഹായിച്ചിട്ടേ ആ വഴിയിലൂടെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ശ്രമിക്കുന്നത്.